ഗോവിന്ദനെ കണ്ട ശേഷം മാധ്യമങ്ങളുമായി സംസാരിക്കുകയായിരുന്നു PV അൻവർ. എന്തായാലും ഏറ്റവും ഒടുവിൽ അദ്ദേഹം സ്വർണ്ണക്കടത്ത് ആരോപണത്തിൽ വീണ്ടും ചില പുതിയ കാര്യങ്ങൾ കൂടി പറയുകയാണ്. അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് ചോദിച്ചറിയേണ്ടതുണ്ട്. ഡാൻ കുര്യൻ അല്പസമയത്തിനകം തന്നെ നമുക്കൊപ്പം ചേരും. അതിന്റെ ചില ദൃശ്യങ്ങൾ മാധ്യമങ്ങളുമായി പങ്കുവെക്കാമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഏതായാലും മുഖ്യമന്ത്രിക്ക് ഇന്നലെ നൽകിയ പരാതി ഇപ്പോൾ പാർട്ടി സെക്രട്ടറിക്കും കൈമാറി എന്നുള്ളതാണ് അദ്ദേഹം ആദ്യം പ്രതികരിച്ചത്. മുഖ്യമന്ത്രി കേട്ടതുപോലെ തന്നെ വിശദമായി MV ഗോവിന്ദനും പരാതി കേട്ടു. അതോടൊപ്പം ADGP അജിത് കുമാറിനെ മാറ്റി നിർത്തണമോ എന്ന് തീരുമാനിക്കേണ്ടത് ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ പാർട്ടിയും സർക്കാരുമാണ് ആ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. അവർ തീരുമാനിക്കട്ടെ എന്ന് ആവർത്തിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. നടപടി സ്വീകരിക്കുന്നതിൽ തനിക്ക് തിരക്കില്ല, പ്രൊസീജിയർ അതിന്റെ വഴിക്ക് പോകട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാ പ്രവർത്തനത്തിനും എല്ലാ അന്വേഷണത്തിനും പ്രൊസീജിയറിനും അതിൻ്റെതായ കാലതാമസം എടുക്കും. ആ കാലതാമസം ഇതിനുമുണ്ടാകും. അതുകൊണ്ട് തന്നെ അതിൽ തനിക്ക് തിരക്കില്ല, സമയമെടുത്തോട്ടെ എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. ADGP പദവിയിലിരിക്കെ എങ്ങനെ അന്വേഷണം നടക്കുമെന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അന്വേഷണം നീതിപൂർവമായി തന്നെ നടക്കും എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. അത്തരത്തിലൊരു മറുപടിയാണ് അദ്ദേഹം നൽകിയത്. ലക്ഷക്കണക്കിന് ആളുകൾ പറയാൻ ആഗ്രഹിച്ച കാര്യമാണ് താൻ മാധ്യമങ്ങൾക്ക് മുമ്പിലെത്തി പറഞ്ഞതെന്നും അതിനെ സാധൂകരിക്കുന്ന തെളിവുകളാണ് നിരത്തിയതെന്നും അദ്ദേഹം പറയുന്നു. സഖാക്കളുടെ വികാരം അത് താൻ പാർട്ടിക്കും സർക്കാരിന് മുമ്പിൽ വെക്കുകയായിരുന്നു. ഈ സർക്കാർ നിലനിന്നു പോകണമെന്ന ആഗ്രഹം കൊണ്ടാണ് താൻ ഇത്തരത്തിലൊരു പോരാട്ടത്തിലേക്ക് കടന്നത്. വിപ്ലവം തുടങ്ങിയിട്ടേ ഉള്ളൂ, തന്റെ പോരാട്ടം തുടരുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി അതുപോലെ തന്നെ പാർട്ടി സെക്രട്ടറിക്കും നൽകിയെന്ന് പറയുന്നു. ADGP മാറി നിൽക്കണമോ എന്ന കാര്യത്തിനൊന്നും കൃത്യമായ ഉത്തരമില്ല, പാർട്ടി തീരുമാനിക്കട്ടെ എന്ന് പറയുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ ഈ സ്വർണ്ണക്കടത്ത് ആരോപണത്തിൽ പുതിയ ചില കാര്യങ്ങൾ എന്നവണ്ണം അദ്ദേഹം ചില കാര്യങ്ങൾ കൂടി പറഞ്ഞു. ചില വീഡിയോകളൊക്കെ മാധ്യമപ്രവർത്തകർക്ക് നൽകാമെന്നും പറഞ്ഞു. എന്താണ് ഡാൻ അദ്ദേഹം പറഞ്ഞ കാര്യത്തിന്റെ വിശദാംശങ്ങൾ? എനിക്ക് തോന്നുന്നു അദ്ദേഹം മാധ്യമങ്ങളോട് ഇന്നലെ മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷം വന്ന് പ്രതികരിച്ചതുപോലല്ല, അല്പം കൂടി വൈകാരികമായിട്ടാണ് പ്രതികരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രിയെ ആ സ്ഥാനത്തേക്ക് എത്തിച്ചത് പാർട്ടിയാണ്, തന്റെ വിധേയത്വം പാർട്ടിയോടാണ് എന്ന് അദ്ദേഹം കൃത്യമായി ആവർത്തിച്ച് വ്യക്തമാക്കിയത്. അതോടൊപ്പം ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ട കാര്യം, ഈ അന്വേഷണ സംഘത്തെ സംബന്ധിച്ച സംശയങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ഉയർന്നത്. കാരണം ക്രമസമാധാന ചുമതലയിൽ ADGP MR അജിത് കുമാർ തുടരുമ്പോൾ പിന്നെ എങ്ങനെ അദ്ദേഹത്തിന്റെ സബോർഡിനേറ്റായ അദ്ദേഹത്തിന്റെ കീഴുദ്യോഗസ്ഥരായ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെയുള്ള മറ്റ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ സംഘത്തിന് അദ്ദേഹത്തിനെതിരെ ഈ അന്വേഷണം നടത്താൻ കഴിയുമെന്നായിരുന്നു ചോദ്യം. ആ ചോദ്യത്തോട് PV അൻവർ നടത്തിയ പ്രതികരണമാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. ഒരു ഹെഡ് മാസ്റ്റർക്കെതിരെ പരാതി ഉയർന്നാൽ ആ സ്കൂളിലെ പിയൂണോ ക്ലർക്കോ മറ്റ് അധ്യാപകരോ അല്ല അതിൽ അന്വേഷണം നടത്തേണ്ടത്, അതിന് മുകളിലുള്ളവരാണ്. അത് കൃത്യമായി പറഞ്ഞു വെക്കുന്നത് പരോക്ഷമായ ഒരു വിമർശനം തന്നെയാണ്. നിലവിൽ MR അജിത് കുമാറിനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളിൽ അന്വേഷണം നടത്തുന്നതിന് വേണ്ടി രൂപീകരിച്ചിട്ടുള്ള സംഘം അതിൽ കടുത്ത അതൃപ്തി അദ്ദേഹത്തിന് ഉണ്ട് എന്ന് തോന്നുന്ന തരത്തിലാണ് അദ്ദേഹം ഇങ്ങനെയൊരു ഉപമ അതിനോട് ചേർത്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോൾ പാർട്ടി സെക്രട്ടറിക്ക് നൽകിയിരിക്കുന്ന പരാതിയിൽ തുടർ നടപടികൾ ഉണ്ടാകും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് അദ്ദേഹം മാധ്യമങ്ങളോട് അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പമാണ് പോലീസിലെ പുഴുക്കുത്തുകളെ തുറന്നു കാട്ടേണ്ടതുണ്ട്. അദ്ദേഹം ആദ്യഘട്ടത്തിൽ ഇത്തരത്തിൽ മാധ്യമങ്ങൾക്ക് മുമ്പിൽ മലപ്പുറത്ത് ഈ SP സുജിത് ദാസും അദ്ദേഹവും തമ്മിലുള്ള ഫോൺ സംഭാഷണം പുറത്തുവിട്ട സമയം മുതൽ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും മറ്റ് ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നും അദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും ബോധപൂർവം അദ്ദേഹം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു വെക്കുകയായിരുന്നെന്നും അദ്ദേഹത്തിലേക്ക് ആക്സസ് ചെയ്യാൻ കഴിയുന്ന മുഴുവൻ ആളുകളുടെയും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാൻ നിർദ്ദേശം കൊടുക്കുകയായിരുന്നുവെന്നും പറയുമ്പോൾ ഈ ആരോപണങ്ങൾ പൊതുസമൂഹത്തിന് മുമ്പിൽ ഉന്നയിച്ചതിന് ശേഷം മാത്രം അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികളിലേക്ക് കടന്നാൽ മതി എന്ന നിലപാടിലാണ് താൻ ഉള്ളതെന്ന് കൂടി PV അൻവർ പറഞ്ഞു വെക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിക്ക് നൽകിയ അതേ പരാതി പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്ക് കൂടി കൈമാറിയിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഏത് തരത്തിലായിരിക്കും ഇതിന്മേൽ തുടർ നടപടികൾ പാർട്ടി നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുക എന്നതാണ് ഇനി ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അവിടെ MR അജിത് കുമാർ ക്രമസമാധാന ചുമതലയിൽ തുടരുമോ അതോ അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു അന്വേഷണം നടത്താൻ നിലവിലെ സംവിധാനങ്ങൾക്ക് കഴിയുമോ? ഇതടക്കമുള്ള കാര്യങ്ങളുണ്ട്. എന്തായാലും മുഖ്യമന്ത്രിയോട് പാർട്ടിയോടും മുഖ്യമന്ത്രിയോടും തനിക്ക് വിധേയത്വമുണ്ട്. മുഖ്യമന്ത്രി അറിയിക്കാനുള്ള കാര്യങ്ങൾ അദ്ദേഹത്തെ അറിയിച്ചു കഴിഞ്ഞു. അതേ കാര്യങ്ങൾ പാർട്ടി സെക്രട്ടറിയും അറിയിച്ചിരിക്കുന്നുവെന്ന് പറയുമ്പോൾ ഇന്നലത്തെ സാഹചര്യമല്ല ഇന്ന്, അല്പം കൂടി വ്യത്യസ്തമാണ്. അദ്ദേഹം നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് അദ്ദേഹം ഏത് തരത്തിലായിരിക്കും തുടർന്ന് ഈ പോരാട്ടം നടത്തുകയെന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. അവിടെയാണ് ഏതെങ്കിലും തരത്തിൽ അന്വേഷണം വളച്ചൊടിക്കാൻ ഉള്ള ശ്രമം കീഴുദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായാൽ അപ്പോൾ കാണാം അതിലെന്തായിരിക്കും തുടർ നടപടി എന്ന തരത്തിലൊക്കെയുള്ള പ്രതികരണമാണ് PV അൻവർ
പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്ററെ നേരിൽ കണ്ട് അദ്ദേഹത്തിന്റെ പരാതി കൈമാറിയതിനു ശേഷം മാധ്യമങ്ങളിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഡാൻ, എന്തായാലും ലക്ഷക്കണക്കിന് ആളുകൾ സഖാക്കന്മാർ പറയാൻ ആഗ്രഹിച്ച കാര്യമാണ് പാർട്ടിക്കും സർക്കാരിനും മുമ്പിൽ വെച്ചത് എന്ന് അൻവർ പറയുന്നുണ്ട്. ഏതായാലും നീതി ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയും പങ്കുവെക്കുന്നുണ്ട്. പക്ഷേ പ്രൊസീജിയറിന് സമയമെടുക്കും. സ്വാഭാവികമായും ഇത്തരം വിഷയങ്ങളിൽ അങ്ങനെ തന്നെയാണ്. തനിക്ക് തിരക്കില്ല എന്ന് പറയുമ്പോൾ ഈ ആരോപണ വിധേയരായവർക്കെതിരെ അത്ര പെട്ടെന്നൊരു നടപടിയിലേക്ക് കടക്കില്ല. അങ്ങനെ ഒരു സൂചനയായിരിക്കാം അൻവറിന് ലഭിച്ചത് എന്നുള്ളതാകാം നമുക്ക് മനസ്സിലാക്കേണ്ടതല്ലേ? പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ വാഹനമാണ് ഇപ്പോൾ നമുക്ക് മുമ്പിലൂടെ കടന്നുപോയത്. ഒരുപക്ഷെ അദ്ദേഹം AKG സെന്ററിലേക്കായിരിക്കാം എത്തുന്നത്. അദ്ദേഹം ഈ പരാതി സ്വീകരിച്ചതിന് ശേഷമാണ് AKG സെന്ററിലേക്ക് അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് കടന്നുപോകുന്നത്. സ്വാഭാവികമായി ഏതെങ്കിലും തരത്തിലുള്ള തുടർ നടപടികൾ, ചടുലമായ തീരുമാനങ്ങൾ ഉണ്ടാകുമോ എന്നതാണ് ഇനി കാത്തിരുന്ന് കാണാനുള്ളത്. സ്വാഭാവികമായി അദ്ദേഹം AKG സെന്ററിലേക്ക് തന്നെയാണ് പോയിരിക്കുന്നത്. ഇനിയുള്ള തുടർ തീരുമാനങ്ങൾ പാർട്ടി നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടാകേണ്ടത്. അവിടെ ഏത് തരത്തിലുള്ള ഇടപെടലായിരിക്കും നടക്കുക എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, നിലവിലെ സാഹചര്യത്തിൽ പാർട്ടിക്ക് ലഭിച്ചിരിക്കുന്ന പരാതിയിൽ കൃത്യമായ അന്വേഷണം നടത്തേണ്ടത് അനിവാര്യമായി മാറിയിരിക്കുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ പാർട്ടി സെക്രട്ടറി AKG സെന്ററിലേക്ക് എത്തുകയാണ്. അദ്ദേഹം ഈ പരാതി PV അൻവറിൽ നിന്ന് സ്വീകരിച്ചതിന് ശേഷം അദ്ദേഹവുമായി അരമണിക്കൂർ കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമാണ് AKG സെന്ററിലേക്ക് എത്തുന്നത്. തുടർ തീരുമാനങ്ങൾ എങ്ങനെയാവുമെന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അവിടെയാണ് ഇപ്പോൾ സ്വീകരിക്കുന്ന, അതായത് മുഖ്യമന്ത്രിക്ക് നൽകിയിരിക്കുന്ന പരാതിയിൽ അന്വേഷണം നടത്താൻ പ്രത്യേക സംഘത്തിന് രൂപം നൽകിയിട്ടുണ്ടെങ്കിലും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ ഉയർന്നിരിക്കുന്ന ആക്ഷേപങ്ങളിൽ അന്വേഷണം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം പാർട്ടി സെക്രട്ടറിക്ക് തന്നെ നേരിൽ കണ്ട് ഈ പരാതി കൈമാറുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ പരാതിയിൽ ഏത് തരത്തിലായിരിക്കും തുടർ നീക്കങ്ങൾ ഉണ്ടാകുക എന്നതാണ് കാത്തിരുന്ന് കാണാനുള്ളത്. സ്വാഭാവികമായി നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് പാർട്ടി നേതൃത്വത്തിന്റെ കൃത്യമായ പിന്തുണ ഉറപ്പാക്കിക്കൊണ്ടാണ് PV അൻവർ ഈ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഡാൻ, ഒരുപക്ഷെ എന്തായാലും പാർട്ടി ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് P ശശിക്കെതിരായ നീക്കം അതെങ്ങനെ നടത്തുമെന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ട കാര്യമാണ്. ഡാൻ, ഈ പാർട്ടിയുടെ ഒരു സംഘടനാ രീതി അനുസരിച്ച് കമ്മിറ്റികളിലൊക്കെ ചേർന്നാണ് ഈ പരാതികൾ ചർച്ച ചെയ്യുന്നത്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് വെള്ളിയാഴ്ച നടക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. അപ്പോഴാകുമോ P ശശിക്കെതിരായിട്ടുള്ള ഈ പരാതി ചർച്ചയ്ക്ക് വരിക? എങ്ങനെയാണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നത്? സ്വാഭാവികമായി അത് സംബന്ധിച്ച വിശദാംശങ്ങളൊക്കെ വരാനിരിക്കുന്നതേയുള്ളൂ. സ്വാഭാവികമായി ഈ പരാതി ചർച്ചയ്ക്കെടുക്കാതിരിക്കാൻ കഴിയില്ല. കാരണം മുന്നണിയുടെ ഭാഗമായിട്ടുള്ള ഒരു MLA ആണ് PV അൻവർ. സ്വാഭാവികമായി അദ്ദേഹം ഈ ഒരു ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് ആദ്യഘട്ടത്തിൽ രംഗത്തെത്തിയ പശ്ചാത്തലത്തിൽ തന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്ററും LDF കൺവീനർ TP രാമകൃഷ്ണനും ഇന്നലെ സമാനമായ തരത്തിൽ അദ്ദേഹത്തിന്റെ പരാതി ഗൌരവമുള്ളതാണ്, അതിൽ അന്വേഷണം നടത്തണമെന്ന തരത്തിലുള്ള പരാമർശങ്ങൾ തന്നെ നടത്തിയത്. സ്വാഭാവികമായി അതിനപ്പുറത്തേക്ക് പാർട്ടി നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ഇടപെടലാണ് അൻവർ നടത്തുന്നത് എന്ന തരത്തിലുള്ള ഒരു പരാമർശങ്ങളും പാർട്ടിയുടെ ഔദ്യോഗിക നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഇതുവരെ വന്നിട്ടില്ല എന്നതാണ് ശ്രദ്ധേയമായി എടുത്തു പറയേണ്ട കാര്യം. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം കൈമാറിയിരിക്കുന്ന ഈ പരാതിയിൽ തുടർ നീക്കങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ന കാര്യം ഉറപ്പാണ്. അത് എങ്ങനെയാവുമെന്ന കാര്യത്തിൽ മാത്രമാണ് സംശയം ബാക്കിയാകുന്നത്. എന്തായാലും ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, അടുത്ത ദിവസം ചേരാൻ പോകുന്ന CPI സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഈ വിഷയം ചർച്ചയാകാനുള്ള എല്ലാ സാധ്യതയും തെളിഞ്ഞു കാണുകയാണ്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ സർക്കാരിനൊപ്പം, അതായത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഉദ്യോഗസ്ഥ തലത്തിലെ വിശ്വസ്തനായിരുന്ന ADGP MR അജിത് കുമാറിനെതിരെയും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ തലത്തിൽ വിശ്വസ്തനായിരുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെയും ഗുരുതരമായ ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഭരണ മുന്നണിയുടെ തന്നെ ഭാഗമായിട്ടുള്ള PV അൻവർ MLA രംഗത്തെത്തുമ്പോൾ അത് ഒറ്റയാൻ പോരാട്ടമല്ല, ഇതൊരു വിപ്ലവമാണ് എന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്ന പരാമർശം. ഇത് പോലീസിന്റെ തെളിച്ചം നഷ്ടപ്പെടുത്താൻ ശ്രമിക്കുന്നവർക്കെതിരായ ഒരു നിശബ്ദമായ വിപ്ലവമല്ല, അതിനപ്പുറത്തേക്ക് തുറന്ന പോരാട്ടമാണ്. എല്ലാ വിപ്ലവങ്ങളുടെയും തുടക്കം ഇങ്ങനെയാണ്. അങ്ങനെ ഒരു വിപ്ലവത്തിനാണ് താൻ തുടക്കം കുറിച്ചിരിക്കുന്നത്. എന്റെ വിധേയത്വം പാർട്ടിയോട് മാത്രമാണ് എന്നും അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, PV അൻവറിന് പിന്നിൽ ദൈവത്തിന് പുറമെ മറ്റാരൊക്കെയോ കൂടിയുണ്ട്. പക്ഷേ അത് ആരൊക്കെയാണ് എന്ന് വ്യക്തമാക്കാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഡാൻ, പുലിയായി വന്നയാൾ എലിയായി മാറി എന്നൊക്കെയുള്ള വിമർശനങ്ങൾ ഉണ്ട് എന്ന് അദ്ദേഹത്തെ മാധ്യമപ്രവർത്തകർ ചൂണ്ടിക്കാണിച്ചപ്പോൾ എലി അത്ര മോശം ജീവിയൊന്നും അല്ലല്ലോ, എലി മതി ഒരു വീടിനെ നാശോന്മുഖമാക്കാൻ എന്നുള്ള തരത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നത്. ഇന്നലെ അദ്ദേഹത്തെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വളരെ സൗമ്യനായി കണ്ടു, അദ്ദേഹം വളരെ മയപ്പെട്ടു എന്നൊക്കെ നമുക്ക് മനസ്സിലായ കാര്യമാണ്. പക്ഷേ ഇന്നത്തെ അദ്ദേഹത്തിന്റെ പ്രതികരണം
അത് ഏത് തരത്തിലാണ് ഡാൻ വിലയിരുത്തുന്നത്? ഡാൻ ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകർ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ പ്രതികരണം ആ വിഷയത്തിൽ വന്നപ്പോൾ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഈ പരാതിയോടും മാധ്യമങ്ങൾക്ക് മുമ്പിലെത്തി പരസ്യമായ ആരോപണങ്ങൾ ഉന്നയിച്ച പ്രവൃത്തിയോടുമൊക്കെ നേരത്തെ വിമർശനം പ്രതിപക്ഷമടക്കം ഉന്നയിച്ചതുപോലെ മുഖ്യമന്ത്രി അത്തരത്തിൽ കണ്ണുരുട്ടിയിട്ടില്ല, അല്ലെങ്കിൽ അത്തരത്തിൽ PV അൻവറിന് വിരുദ്ധമായി അല്ല കാര്യങ്ങൾ നീങ്ങുന്നത് എന്ന് തന്നെ മനസ്സിലായിട്ടുണ്ടോ? നയപരമായിട്ടല്ല അദ്ദേഹം ഉത്തരം നൽകിയത്, നയപരമായിട്ടല്ല ഈ ചോദ്യങ്ങളോട് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്ന എന്ന കാര്യം ഉറപ്പാണ്. അത് തികച്ചും വൈകാരികമായ പ്രതികരണമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ശബ്ദമുയർത്തി തന്നെ പറഞ്ഞത്, ഇത് എന്റെ മാത്രം വികാരമല്ല, പാർട്ടിയിൽ വിശ്വസിക്കുന്ന, പാർട്ടിയുടെ ആദർശങ്ങളിൽ വിശ്വസിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുടെ അഭിപ്രായമാണ്, അവരുടെ വികാരമാണ് താൻ മുമ്പോട്ട് വെക്കുന്നതെന്ന് അദ്ദേഹം ആവർത്തിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ നിലപാട് വീണ്ടും വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രവുമല്ല, കഴിഞ്ഞ ദിവസം അദ്ദേഹം മുഖ്യമന്ത്രിയെ കണ്ടതിനു ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നതിനിടയിൽ കൂടുതൽ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശിക്കെതിരായ ആക്ഷേപങ്ങളിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന ചോദ്യത്തോട് യാതൊരു തരത്തിലുള്ള ഉത്തരവും നൽകാതെ മൗനം ഭജിച്ച് അദ്ദേഹം നീങ്ങുന്ന ഒരു കാഴ്ചയായിരുന്നു നമുക്ക് കാണാൻ കഴിഞ്ഞത്. പക്ഷേ ഇന്ന് അങ്ങനെയായിരുന്നില്ല സാഹചര്യം. എല്ലാ ചോദ്യങ്ങൾക്ക് മുമ്പിലും വ്യക്തമായി കൃത്യമായ ഉത്തരം നൽകിയാണ് PV അൻവർ ചിന്താ ഫ്ളാറ്റിൽ നിന്ന് മടങ്ങിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, PV അൻവർ തുടങ്ങി വെച്ചിരിക്കുന്ന പോരാട്ടം അത് അതേ തീഷ്ണതയോടെ തന്നെ മുമ്പോട്ട് പോകുകയാണ് എന്ന കൃത്യമായ സന്ദേശം ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള പ്രതികരണമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യഘട്ടത്തിൽ ചൂണ്ടിക്കാണിച്ചത്, അദ്ദേഹം വളരെ അഭിചാരിതമായിട്ടല്ല, ഹെഡ് മാസ്റ്റർക്കെതിരെ പരാതി വന്നാൽ പിയൂണും ക്ലർക്കുമാരും അധ്യാപകരുമല്ല അന്വേഷണം നടത്തേണ്ടതെന്ന പരാമർശം നടത്തിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ചിരിക്കുന്ന അന്വേഷണ സംഘത്തിനെതിരെയുള്ള അദ്ദേഹത്തിന്റെ നിലപാടാണ് എന്ന് തന്നെ പറയേണ്ടി വരും. തീർച്ചയായും ഡാൻ കുര്യനാണ് വിശദാംശങ്ങൾ നൽകിയത്. മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം.